ആവശ്യത്തിന് ബില്ല് വെക്കില്ലേ? ബില്ലുണ്ട് സാർ, ഇങ്ങനെ 3-4 കോർണറിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇത്രയും ബില്ലുണ്ടെങ്കിൽ ഇതിങ്ങനെ ബില്ല് നോക്കാൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. കുറെ കാലമായി ഏത് വലിയ പരിപാടി നടന്നാലും ആ പരിപാടി കഴിഞ്ഞാലുടൻ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. ഓണാഘോഷം, ഓണം വാരാഘോഷം കഴിഞ്ഞു, അപ്പോൾ തന്നെ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. അനേക ചാക്ക് പ്ലാസ്റ്റിക് വേസ്റ്റാണ് ഇവിടുന്ന് ശേഖരിച്ചത്. ആളുകളുടെ ഒരു മനോഭാവം ഞങ്ങൾക്ക് ഇങ്ങനെ വലിച്ചെറിയും, നിങ്ങൾ വന്ന് വൃത്തിയാക്കൂ എന്നതാണ്. കഴിഞ്ഞ 5 മാസം കൊണ്ട് കേരളത്തിൽ ചുമത്തിയത് വലിച്ചെറിഞ്ഞതിനെതിരെ 9.5 കോടി രൂപയാണ് പിഴ. ഇത് കാണിക്കുന്നത് കൂടുതൽ കടുത്ത നടപടികൾ, കൂടുതൽ കനത്ത പിഴയും ചുമത്തണം എന്നതാണ്. ശുചീകരണ തൊഴിലാളികളെ, ഹരിതകർമ്മ സേനാംഗങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കേണ്ടത്. പക്ഷെ ശുചിത്വം ശുചീകരണ തൊഴിലാളികളുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും കോർപ്പറേഷന്റെയും മാത്രം ഉത്തരവാദിത്തം, ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തം.